വേറ്റുവിൻ പി എസ് സി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രിസ്റ്റ് കേരള പി എസ് സി അതുപോലെ ലാബ് അസിസ്റ്റൻ്റ് എക്സാംസ് ഇവയ്ക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന മൈക്രോബയോളജിയിലെ സ്മിയേഴ്സ് ആൻഡ് സ്റ്റെയിനിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ബ്ലഡ് സ്മിയർ. ഓപ്ഷൻസ്: എ ബ്ലഡ് ഫിലിം ഓർ പെരിഫറൽ ബ്ലഡ് സ്മിയർ ഈസ് എ thin layer of blood smeared on a microscope slide and stained in such a way to allow the various blood cells to be examined microscopically. Option B, examination of thin blood films is important in the investigation and management of anemia, infections and other conditions which produce changes in the appearance of blood cells and differential white cell count. Option C, thick blood film is prepared for detecting blood parasites such as malaria and microfilaria. Option D, all of the above. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ അബോവ്. ഇതിൽ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്, ഒരു ബ്ലഡ് ഫിലിം അല്ലെങ്കിൽ പെരിഫറൽ ബ്ലഡ് സ്മിയർ എന്ന് പറയുന്നത് നമ്മളെ ബ്ലഡിൻ്റെ തന്നെ ഒരു തിൻ ലെയറാണ്. അത് നമ്മൾ എന്ത് ചെയ്യും, ഒരു മൈക്രോസ്കോപ്പ് സ്ലൈഡിൽ എടുക്കും. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റെയിൻ ചെയ്യും. അങ്ങനെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ അതിലെ വേരിയസ് സെൽസിനൊക്കെ എക്സാമിൻ ചെയ്യും. ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. ഇത് കറക്റ്റാണ്. ഇനി നമുക്ക് ഈ ബ്ലഡ് ഫിലിമിനെ തിൻ ബ്ലഡ് ഫിലിമായിട്ടും എടുക്കാം, തിക്ക് ബ്ലഡ് ഫിലിമായിട്ടും എടുക്കാം എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ തിൻ ബ്ലഡ് ഫിലിംസിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് അനീമിയ, ഇൻഫെക്ഷൻസ് ആൻഡ് അതർ കണ്ടീഷൻസ് വിച്ച് പ്രൊഡ്യൂസ് ചേഞ്ചസ് ഇൻ ദി അപ്പിയറൻസ് ഓഫ് ബ്ലഡ് സെൽസ് ആൻഡ് ഡിഫറൻഷ്യൽ വൈറ്റ് സെൽ കൗണ്ട്. ഇനി തിക്ക് ബ്ലഡ് ഫിലിംസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ബ്ലഡ് പാരസൈറ്റ്സ് ആയിട്ടുള്ള മലേറിയ, മൈക്രോഫൈലേറിയ ഇവയൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് തിക്ക് ബ്ലഡ് ഫിലിം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദ അബോവ് ആണ്, എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, all the following are steps to make blood film except. Options: A, preparation of blood smear, B, fixation of blood smear, C, staining of blood smear, D, drying of blood smear. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡ്രൈയിങ് ഓഫ് ബ്ലഡ് സ്മിയർ. ബാക്കിയെല്ലാം ബ്ലഡ് ഫിലിം പ്രിപ്പറേഷനിലെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സിൽ വരുന്നതാണ്. ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ബ്ലഡ് സ്മിയർ, പിന്നെ ഫിക്സേഷൻ ഓഫ് ബ്ലഡ് സ്മിയർ, പിന്നെ സ്റ്റെയിനിങ് ഓഫ് ബ്ലഡ് സ്മിയർ. ഇതാണ് മെയിൻ സ്റ്റെപ്സ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, thin blood film can be prepared from anticoagulated blood by the technique of. Options: A, slide method, B, cover glass method, C, spin method, D, all of the above. ഇതിൻ്റെ ആൻസറും ഓൾ ഓഫ് ദ അബോവ് ആണ്, ഓപ്ഷൻ ഡി ആണ്. സ്ലൈഡ് മെത്തേഡ്, കവർ ഗ്ലാസ് മെത്തേഡ്, സ്പിൻ മെത്തേഡ്, ഈ 3 മെത്തേഡ് ഉപയോഗിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, തിൻ ബ്ലഡ് ഫിലിം പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു പ്രിസർവ് ദി മോർഫോളജി ഓഫ് സെൽസ്, blood films must be fixed as soon as possible after they have dried. The commonly used fixing agent is. Options: A, methyl alcohol, B, safranin, C, methylene blue, D, crystal violet. ബ്ലഡ് ഫിലിം മേക്കിങ്ങിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. നമ്മളവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ഫിക്സേറ്റിംഗ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മീഥൈൽ ആൽക്കഹോൾ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റെയിൻസ് യൂസ്ഡ് ഇൻ സിമ്പിൾ സ്റ്റെയിനിങ് ആർ. ഓപ്ഷൻസ്: എ, മാലക്കേറ്റ് ഗ്രീൻ, ബി, ക്രിസ്റ്റൽ വയലറ്റ്, സി, സെഫ്രാനിൻ, ഡി, ഓൾ ഓഫ് ദ അബോവ്. ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദ അബോവ് ആണ്. മാലക്കേറ്റ് ഗ്രീനും ക്രിസ്റ്റൽ വയലറ്റും സെഫ്രാനിനും ഒക്കെ നമുക്ക് സിമ്പിൾ സ്റ്റെയിനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റെയിനിങ് ടെക്നിക്സ് മെയിനായിട്ട് 2 തരത്തിലാണുള്ളത്. സിമ്പിൾ സ്റ്റെയിനിങ്ങും ഉണ്ട്, ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങും ഉണ്ട്. അതിൽ സിമ്പിൾ സ്റ്റെയിനിങ് എന്ന് പറയുന്നത് എ സ്റ്റെയിൻ വിച്ച് പ്രൊവൈഡ്സ് കളർ കോൺട്രാസ്റ്റ് ബട്ട് ഗീവ് സെയിം കളർ ടു ഓൾ ബാക്ടീരിയൽ സെൽസ്. അതായത് സിമ്പിൾ സ്റ്റെയിനിങ് എന്ന് പറയുമ്പോൾ എല്ലാ ബാക്ടീരിയൽ സെൽസിനും, ഏതൊരു ബാക്ടീരിയയുടെ ആയിക്കോട്ടെ, എല്ലാ സെൽസിനും എന്തായിരിക്കും, സെയിം കളർ തന്നെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അതിന് എക്സാമ്പിൾസ് ആണ് മാലക്കേറ്റ് ഗ്രീൻ, അതുപോലെ ക്രിസ്റ്റൽ വയലറ്റ് ഒക്കെ. ഇനി അടുത്തത് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്. ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്ന് പറയുന്നത് എ സ്റ്റെയിൻ വിച്ച് ഇമ്പാർട്സ് ഡിഫറെൻറ്റ് കളേഴ്സ് ടു ഡിഫറെൻറ്റ് ബാക്ടീരിയ ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ സ്റ്റെയിൻ വിച്ച് കണ്ടെയ്ൻസ് മോർ ദാൻ 1 സ്റ്റെയിൻ. അതായത് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ആകുമ്പോൾ ഓരോ ബാക്ടീരിയകൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്ടീരിയാസിനൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഈ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിന് എക്സാമ്പിളാണ് ഗ്രാം സ്റ്റെയിനിങ്, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ഒക്കെ. Next question, all the following are examples for differential staining except. Options: A, gram stain, B, acid fast staining, C, endospore staining, D, symbol staining.
ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി സിമ്പിൾ സ്റ്റെയിനിങ് ആണ്. ബാക്കിയെല്ലാം ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാവുന്നതാണ്. ഗ്രാം സ്റ്റെയിനും ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങും എൻഡോസ്പോർ സ്റ്റെയിനിങ്ങും ഒക്കെ. നെക്സ്റ്റ്, വേരിയസ് സ്റ്റെയിൻസ് ഇൻക്ലൂഡഡ് അണ്ടർ റോമനോസ്കി സ്റ്റെയിൻ ആർ ആസ് അണ്ടർ. ഓപ്ഷൻസ്: എ ലേഷ്മാൻ സ്റ്റെയിൻ, ബി ജീംഷാ സ്റ്റെയിൻ, സി ഫീൽഡ് സ്റ്റെയിൻ, ഡി ഓൾ ഓഫ് ദ എബോവ്. ഒരുപാട് ടൈപ്പ് സ്റ്റെയിൻസ് ഉണ്ട്. അപ്പോൾ അതിൽ മെയിൻ ഒരു ടൈപ്പ് ഓഫ് സ്റ്റെയിൻസ് ആണ് റോമനോസ്കി സ്റ്റെയിൻസ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ എല്ലാം റോമനോസ്കി സ്റ്റെയിൻസിൽ വരുന്നവയാണ്. ലേഷ്മാൻ സ്റ്റെയിനും ജീംഷാ സ്റ്റെയിനും ഫീൽഡ് സ്റ്റെയിനും ഒക്കെ. റോമനോസ്കി സ്റ്റെയിൻ്റെ അണ്ടറിൽ വരുന്നവയാണ് ലേഷ്മാൻ സ്റ്റെയിൻ, ജീംഷാ സ്റ്റെയിൻ, റൈറ്റ് സ്റ്റെയിൻ, ഫീൽഡ് സ്റ്റെയിൻ, ജെന്നർ സ്റ്റെയിൻ, JSP സ്റ്റെയിൻ. ഇവയൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരുന്നവയാണ്. ഒന്ന് ഓർത്ത് വെച്ചോളൂ. റോമനോസ്കി സ്റ്റെയിൻസ് എന്ന് പറയുന്നത് പൊതുവേ ന്യൂട്രൽ സ്റ്റെയിൻസ് ആണ്. അതിൽ തന്നെ അസിഡിക്കും ബേസിക് ഡേയും ഈക്വൽ ആയിട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവ ന്യൂട്രൽ സ്റ്റെയിൻസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലായിരിക്കും വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഓൾ ദ ഫോളോവിങ് ആർ സെൽ വാൾ കൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എക്സെപ്റ്റ്. ഓപ്ഷൻസ്: എ ഇറ്റ് ഹാസ് തിക്ക് പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയർ, ബി ഇറ്റ് ഹാസ് തിൻ പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയർ, സി ഇറ്റ്സ് ഔട്ടർ മെംബ്രെയിൻ ഹാസ് റിച്ച് ലിപ്പിഡ് കണ്ടന്റ്, ഡി ഇറ്റ് ഹാസ് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സെൽ വാൾ കൺസ്റ്റിറ്റ്യുവൻസിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അതിന് ഒരു തിൻ പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയറാണ് ഉണ്ടാവുക. അതുകൂടാണ്ട് അതിന് ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് ലിപ്പിഡ് കണ്ടന്റ് ഉള്ളവയായിരിക്കും. ആൻഡ് ഇറ്റ് ഹാസ് എ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ, ഒരു സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിനും ഉണ്ടാവും. ഇവിടെ ഓപ്ഷൻ എ ആണ് തെറ്റ്. തിക്ക് പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയർ കാണുന്നത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലാണ്. ഇവിടെ കാണിച്ച പോലെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണെങ്കിൽ അതിന് ലിപ്പിഡ് കണ്ടൻ്റ് ഉള്ള ഒരു ഔട്ടർ മെംബ്രെയിന് എക്സ്ട്രാ ഉണ്ടാവും. പിന്നെ അതുകൂടാണ്ട് പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയർ തിന്നായിരിക്കും. ഗ്രാം പോസിറ്റീവിലേക്ക് അത് വരുമ്പോൾ തിക്കായിട്ടാണ് കാണുന്നത്. പിന്നെ രണ്ടിനും സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിനും ഉണ്ട്. ഇതാണ് ഇവരുടെ സെൽ വാൾ കൺസ്റ്റിറ്റ്യുവൻസിൻ്റെ പ്രത്യേകതകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെയിനിങ് റിയേജൻസ് ഇൻ ഗ്രാം സ്റ്റെയിനിങ്? ഓപ്ഷൻസ്: എ ക്രിസ്റ്റൽ വയലറ്റ്, സഫ്രാനിൻ, ആൽക്കഹോൾ, അയഡിൻ, ബി ക്രിസ്റ്റൽ വയലറ്റ്, അയഡിൻ, ആൽക്കഹോൾ, സഫ്രാനിൻ, സി സഫ്രാനിൻ, അയഡിൻ, ആൽക്കഹോൾ, ക്രിസ്റ്റൽ വയലറ്റ്, ഡി സഫ്രാനിൻ, ആൽക്കഹോൾ, അയഡിൻ, ക്രിസ്റ്റൽ വയലറ്റ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫസ്റ്റ് നമ്മൾ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈമറി സ്റ്റെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ക്രിസ്റ്റൽ വയലറ്റ് ആണ്. പിന്നെ നമ്മൾ അയഡിൻ യൂസ് ചെയ്യും, പിന്നെ ആൽക്കഹോൾ, പിന്നെ സഫ്രാനിൻ. ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇവിടെ കാണിച്ച പോലെ നമ്മൾ പ്രൈമറി സ്റ്റെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ക്രിസ്റ്റൽ വയലറ്റ് ആണ്. ക്രിസ്റ്റൽ വയലറ്റ് വെച്ച് നമ്മൾ സ്റ്റെയിൻ ചെയ്യുമ്പോൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയും ക്രിസ്റ്റൽ വയലറ്റ് കളറായിട്ട് മാറും. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? മോർഡൻ്റ് ആയിട്ട് ഈ ഡെയിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയഡിൻ ആഡ് ചെയ്യുകയാണ്. ഡെയിനെ ഫിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോർഡൻ്റ് എന്ന് പറയുക. അത് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് അയഡിനാണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഡീകളറൈസ് ചെയ്യുകയാണ്. ഈ ഗ്രാം പോസിറ്റീവിലും ഗ്രാം നെഗറ്റീവിലും നമ്മളൊരു ഡീകളറൈസേഷൻ ഏജൻറ്റ് ആഡ് ചെയ്യുകയാണ്. നമ്മളിവിടെ യൂസ് ചെയ്യാറുള്ളത് ആൽക്കഹോൾ ആണ്, അല്ലെങ്കിൽ അസറ്റോൺ. ആൽക്കഹോൾ ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യാറ്, അസറ്റോണും യൂസ് ചെയ്യാം. ഇനി ഈ ഡീകളറൈസേഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ നേരത്തെ അയഡിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ അയഡിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമ്മൾ ഈ ക്രിസ്റ്റൽ വയലറ്റിനെ അതിൽ ഫിക്സ് ചെയ്യിപ്പിക്കുമ്പോൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലാണ് അത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് നിൽക്കുക. കാരണം അതിൻ്റെ പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയർ എന്ന് പറയുന്നത് ഭയങ്കര തിക്കായതുകൊണ്ട് തന്നെ ആ ക്രിസ്റ്റൽ വയലറ്റ് കറക്റ്റ് അതിൽ ഫിക്സ് ചെയ്ത് നിൽക്കും. എന്നാൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയർ എന്ന് പറയുന്നത് തിന്നായതുകൊണ്ട് തന്നെ അതിലെന്ത് ചെയ്യാൻ പറ്റില്ല? ആ സ്റ്റെയിൻ നന്നായിട്ട് ഫിക്സ്ഡ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡീകളറൈസേഷൻ ഏജൻറ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ പെട്ടെന്ന് ഡീകളറൈസേഷൻ സംഭവിക്കും. എന്നാൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ആ ക്രിസ്റ്റൽ വയലറ്റ് അതേപോലെ അതിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ ഫൈനലി നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു കൗണ്ടർ സ്റ്റെയിൻ ആഡ് ചെയ്യാണ്. ഇവിടെ നമ്മൾ സെഫ്രാനിനാണ് എടുക്കുന്നത്. സെഫ്രാനിൻ കൂടാതെ കാർബോൾ ഫുഡ്സിനൊക്കെ എടുക്കാം. അപ്പോൾ സെഫ്രാനിൻ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതിൻ്റെ ആ കളർ എന്ത് ചെയ്യും? നമ്മുടെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്ക് കിട്ടും. അപ്പോൾ ഒരു പിങ്ക് അല്ലെങ്കിൽ റെഡ് കളറിലാണ് നമുക്ക് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ കാണാൻ പറ്റുക. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആ ക്രിസ്റ്റൽ വയലറ്റ് കളറിൽ തന്നെ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്രൈമറി സ്റ്റെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രിസ്റ്റൽ വയലറ്റ് ആണ്. മോഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അയഡിനാണ്. ഡീകളറൈസിങ് ഏജൻ്റായിട്ട് ആൽക്കഹോളാണ് യൂസ് ചെയ്യുന്നത്. ചില സ്ഥലത്ത് മെഥനോളെന്നും കാണാം. പിന്നെ കൗണ്ടർ സ്റ്റെയിനായിട്ട് സഫ്രാനിനും യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പ്രൈമറി സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ഗ്രാം സ്റ്റെയിനിങ് ഈസ്. ഓപ്ഷൻസ്: എ അയഡിൻ, ബി സഫ്രാനിൻ, സി മെഥനോൾ,
ഡി ക്രിസ്റ്റൽ വയലറ്റ്. ഇവിടെ ആൻസർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഗ്രാം സ്റ്റെയിനിങ്ങിൽ പ്രൈമറി സ്റ്റെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ക്രിസ്റ്റൽ വയലറ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ്, കൗണ്ടർ സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ഗ്രാം സ്റ്റെയിനിങ് ഈസ്. ഓപ്ഷൻസ്: എ ക്രിസ്റ്റൽ വയലറ്റ്, ബി മെഥിലിൻ ബ്ലൂ, സി സഫ്രാനിൻ, ഡി മെഥനോൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്ഷൻ സി സെഫ്രാനിൻ ആണ് നമ്മൾ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഗ്രാം സ്റ്റെയിനിങ് അയഡിൻ ഈസ് യൂസ്ഡ് ആസ്. ഓപ്ഷൻസ്: എ സ്റ്റെയിൻ, ബി മോഡൻറ്റ്, സി ഫിക്സേറ്റീവ്, ഡി കൗണ്ടർ സ്റ്റെയിൻ. ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും അറിയായിരിക്കും. ഓപ്ഷൻ ബി മോഡൻറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അയഡിനെ യൂസ് ചെയ്യുന്നത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി കളർ ഓഫ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. ഓപ്ഷൻസ്: എ പിങ്ക്, ബി റെഡ്, സി യെല്ലോ, ഡി ക്രിസ്റ്റൽ വയലറ്റ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ക്രിസ്റ്റൽ വയലറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ദി ഫോളോവിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എക്സെപ്റ്റ്. ഓപ്ഷൻസ്: എ സ്റ്റെഫൈലോകോക്കസ്, ബി സ്ട്രെപ്റ്റോകോക്കസ്, സി ലാക്ടോബാസിലസ്, ഡി ഷിഗല്ല. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഷിഗല്ലയാണ്. ബാക്കിയെല്ലാം ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്ക് എക്സാമ്പിൾസ് ആണ്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇതിൽ റോഡ് ഷേപ്പ് ഉള്ളവയുണ്ട്, സ്ഫെറിക്കൽ ഷേപ്പ് ഉള്ളവയുണ്ട്. റോഡ് ഷേപ്പുള്ള ബാക്ടീരിയകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാസിലസ് എന്ന് പറയുക. സ്ഫെറിക്കൽ ഷേപ്പ് ഉള്ളവയാണ് നമ്മൾ കോക്കൈ എന്ന് പറയുക. അതിൽ കോക്കയിൽ തന്നെ അനറോബ്സും ഉണ്ട്, എയറോബ്സും ഉണ്ട്. എയറോബ്സ് ഫാക്കുൾട്ടേറ്റീവ് അനറോബ്സ് ആയിട്ടുള്ളവയും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എയറോബ്സ് അല്ലെങ്കിൽ ഫാക്കുൾട്ടേറ്റീവ് അനറോബ്സിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. സ്റ്റെഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, എൻറ്ററോകോക്കസ്. അതിൽ തന്നെ അനറോബ്സിൽ വരുന്നവയാണ് പെപ്റ്റോസ്ട്രെപ്റ്റോകോക്കസ്. അപ്പോൾ കോക്കയിൽ തന്നെ എയറോബ്സും ഉണ്ട്, അനറോബ്സും ഉണ്ട്. എയറോബ്സിൽ വരുന്നവയാണ് സ്റ്റെഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, എൻറ്ററോകോക്കസ്. അതുപോലെ അനറോബ്സിൽ വരുന്നത് ഒരു എക്സാമ്പിളേ പറയുന്നുള്ളൂ, പെപ്റ്റോസ്ട്രെപ്റ്റോകോക്കസ്. ഇനി റോഡ് ഷേപ്പിലുള്ള ബാസിലസ് ബാക്ടീരിയസിൽ വരുന്നവയാണ്. അതിൽ വരുന്ന എയറോബ്സ് അല്ലെങ്കിൽ ഫാക്കുൾട്ടേറ്റീവ് അനറോബ്സ് ആണ് കൊർണി ബാക്ടീരിയം, ലിസ്റ്റീരിയ, ലാക്ടോബാസിലസ്, നൊക്കാഡിയ, മൈക്കോബാക്ടീരിയം, ബാസിലസ് ഇവയൊക്കെ. ഇനി ഗ്രാം പോസിറ്റീവ് റോഡ് ഷേപ്പ്ഡ് അനറോബ്സിന് എക്സാമ്പിളാണ് ആക്ടിനോമൈസെറ്റ്സും അതുപോലെ ക്ലോസ്ട്രിഡിയ ഒക്കെ. അപ്പോൾ റോഡ് ഷേപ്പ്ഡ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എയറോബിൽ വരുന്നവയാണ് കൊറിനി ബാക്ടീരിയം, ലിസ്റ്റീരിയ, ലാക്ടോബാസിലസ്, നൊക്കാഡിയ, മൈക്കോബാക്ടീരിയം, ബാസിലസ് ഇവയൊക്കെ. ഗ്രാം പോസിറ്റീവ് റോഡ് ഷേപ്പ്ഡ് അനറോബ്സിൽ വരുന്നവയാണ് ആക്ടിനോമൈസസും ക്ലോസ്ട്രിഡിയവും. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ദി ഫോളോവിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എക്സെപ്റ്റ്. ഓപ്ഷൻസ്: എ നെയ്സീരിയ, ബി ഇക്കോളൈ, സി സാൽമോണല്ല, ഡി സ്ട്രെപ്റ്റോകോക്കസ്. ഇതിൽ ഓപ്ഷൻ ഡി സ്ട്രെപ്റ്റോകോക്കസ് ആണ് ആൻസർ. അത് ഗ്രാം പോസിറ്റീവ് ആണ്. ബാക്കിയെല്ലാം എന്താണ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്ക് എക്സാമ്പിൾസ് ആണ്. നമുക്ക് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കാം. അതിൽ കോക്കൈ സ്ഫെറിക്കൽ ഷേപ്പ്ഡ് ബാക്ടീരിയസ് ആയിട്ട് വരുന്നവയാണ് നെയ്സീരിയ സ്പീഷീസ്. നെയ്സീരിയ ഡിപ്ലോകോക്കൈ ആയിട്ടാണ് കാണുക. അതിൽ നെയ്സീരിയ ഗൊണേറിയയും നെയ്സീരിയ മെനിഞ്ചൈറ്റിഡിസും വരും. ഇനി ഗ്രാം നെഗറ്റീവ് ബാസിലേക്ക് എക്സാമ്പിൾസ് ആണ്. റോഡ് ഷേപ്പ്ഡ് ആയിരിക്കും. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബാസിലയുടെ പേരാണ് പറയുന്നത്. അതിൽ വരുന്നവയാണ് എസ്കേർഷ്യ കോളൈ, ഈ കോളൈ, പിന്നെ നമ്മളെ ക്ലെപ്ഷിയെല്ല സ്പീഷീസ്, പിന്നെ സ്യൂഡോമോണാസ് എറോജിനോസ, സാൽമോണല്ല ടൈഫി, സാൽമോണല്ല എൻഡെറിഡൈറ്റിസ്, ഷിഗല്ല സ്പീഷീസ്, എൻഡ്രോബാക്ടർ, വിബ്രിയോ കോളറെ ഇവയൊക്കെ ബാസിലയിൽ വരുന്നവയാണ്. മുഴുവനും പഠിക്കാൻ പറ്റുന്നവർ എല്ലാം പഠിച്ചോളൂ. അല്ലാത്തവർ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ കോക്കോ ബാസിലൈ എന്ന് പറഞ്ഞാൽ അതായത് സ്ഫെറിക്കലും റോഡ് ഷേപ്പും കൂടെ ഉള്ള ഒരു ടൈപ്പ് ഷേപ്പുള്ളവയാണ് കോക്കോ ബാസിലൈ. അതിന് എക്സാമ്പിളാണ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞ DME എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ. അത് ഇതാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ടിപ്പിക്കൽ അപ്പിയറൻസ് ഓഫ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഇൻ ഗ്രാം സ്റ്റെയിൻ ഈസ്. ഓപ്ഷൻസ്: എ ഗ്രാം പോസിറ്റീവ് ഡിപ്ലോകോക്കൈ ബിയറിംഗ് ഫ്ലെയിം ഷേപ്ഡ് ഓർ ലാൻസിയോലൈറ്റ് അപ്പിയറൻസ്, ബി ഗ്രാം പോസിറ്റീവ് കോക്കൈ ഇൻ ക്ലസ്റ്റേഴ്സ്, സി ഗ്രാം പോസിറ്റീവ് ബാസിലൈ വിത്ത് ഡ്രംസ്റ്റിക് അപ്പിയറൻസ്, ഡി ഗ്രാം നെഗറ്റീവ് ബാസിലൈ ഇൻ സ്കാറ്റേഡ് അറേഞ്ച്മെൻറ്റ്. ഇതിൻ്റെ ആൻസർ എന്താണ്? കുറേ പേർക്ക് സ്ട്രെപ്റ്റോകോക്കസ് ഗ്രാം പോസിറ്റീവ് എന്നൊക്കെ അറിയാമായിരിക്കും, പക്ഷെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഗ്രാം പോസിറ്റീവ് ഡിപ്ലോകോക്കൈ ബിയറിംഗ് ഫ്ലെയിം ഷേപ്ഡ് ഓർ ലാൻസിയോലൈറ്റ് അപ്പിയറൻസ് എന്നുള്ളതാണ് ആൻസർ. ഈ സ്ഫെറിക്കൽ ഷേപ്പുള്ള കോക്കി ബാക്ടീരിയാസ് ഏതൊക്കെ രീതിയിലാണ് അറേഞ്ച് ചെയ്ത് കാണുന്നത് നോക്കാം. അതിൽ
ഡിപ്ലോകോക്കയായിട്ട് കാണും ചിലവ, അതായത് പെയറായിട്ട് കാണും. അതുകൂടാണ്ട് ടെട്രാഡായിട്ട് 4 എണ്ണം ഒരുമിച്ച് നിൽക്കുന്ന രൂപത്തിൽ കാണും. അതിന് എക്സാമ്പിളാണ് മൈക്രോകോക്കസ് സ്പീഷീസ്. പിന്നെ അതുകൂടാണ്ട് ക്യൂബായിട്ട് കാണും, 8 കോക്കൈ ഒരുമിച്ച് നിൽക്കുന്നത്. അതിന് എക്സാമ്പിളാണ് സാഴ്സീന എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാണ്ട് ഈ ഡിപ്ലോകോക്കൈകൾ ചില സമയത്ത് ചെയിൻ പോലെ അറേഞ്ച് ചെയ്യും. അത്തരത്തിലുള്ളവയ്ക്ക് എക്സാമ്പിളാണ് സ്ട്രെപ്റ്റോകോക്കസ് സ്പീഷീസ് എന്ന് പറയുന്നത്. പിന്നെ അതും കൂടാണ്ട് ക്ലസ്റ്റേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്യും, ഗ്രേപ്പ് പോലെയൊക്കെ ഉണ്ടാവും. അതിന് എക്സാമ്പിളാണ് നമ്മുടെ സ്റ്റെഫൈലോകോക്കസ് സ്പീഷീസ്. അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഈ ഡിപ്ലോകോക്കൈ ചെയിനായിട്ട് അല്ലെങ്കിൽ ഫ്ലെയിം ഷേപ്പ്ഡ് ലാൻസിയോലൈറ്റ് അറേഞ്ച്മെൻറ്റ് എന്നൊക്കെ പറയും. അത്തരത്തിലുള്ളതാണ് നമ്മുടെ സ്ട്രെപ്റ്റോകോക്കസ് സ്പീഷീസ് വരുന്നത്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇനി ക്വസ്റ്റ്യനിലെ ബാക്കി ഓപ്ഷൻസിനുള്ള എക്സാമ്പിൾസും കൂടെ നോക്കാം. ഓപ്ഷൻ ബി എന്താണ്? ഗ്രാം പോസിറ്റീവ് കോക്കൈൻ ക്ലസ്റ്റേഴ്സ്. ക്ലസ്റ്റേഴ്സ് ആയിട്ട് കാണുന്ന കോക്കൈ ഏതാണ്? ഗ്രാം പോസിറ്റീവ്. നമ്മൾ പറഞ്ഞു സ്റ്റെഫൈലോകോക്കസ് സ്പീഷീസ് ആണ് ആൻസർ. ഇനി ഗ്രാം പോസിറ്റീവ് ബാസിലൈ വിത്ത് ഡ്രംസ്റ്റിക് അപ്പിയറൻസ്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ക്ലോസ്ട്രിഡിയം ടെറ്റനി. അതും കൂടെ ഓർക്കുക. ഇനി ഗ്രാം നെഗറ്റീവ് ബാസിലൈൻ സ്കാറ്റേർഡ് അറേഞ്ച്മെൻറ്റ്. അങ്ങനെ കാണുന്നതിന് എക്സാമ്പിൾസ് ആണ് ഈക്കോളൈ, അതുപോലെ സാൽമൊണല്ല സ്പീഷീസ് ഒക്കെ. ഈക്കോളൈ, സാൽമൊണല്ല സ്പീഷീസ്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യനും ആൻസറും മാത്രം നോക്കാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് നമ്മുടെ സ്ട്രെപ്റ്റോകോക്കസിൻ്റെ ചോദിച്ചു, ഇനി ചിലപ്പോൾ അടുത്ത എക്സാമിന് സ്റ്റെഫൈലോകോക്കസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളതും കൂടെ അറിഞ്ഞാലേ അത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് എ ഗ്രാം നെഗറ്റീവ് ബാസിലൈ വിത്ത് നോ സ്പെസിഫിക് അറേഞ്ച്മെൻറ്റ് ഇൻ ഗ്രാം സ്റ്റെയിനിങ്. ഓപ്ഷൻസ്: എ ഇക്കോളൈ, ബി ഹീമോഫിലസ്, സി നെയ്സീരിയ, ഡി സ്ട്രെപ്റ്റോകോക്കസ്. ഇതിൻ്റെ ആൻസർ എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞു ഗ്രാം നെഗറ്റീവ് ബാസിലൈ വിത്ത് നോ സ്പെസിഫിക് അറേഞ്ച്മെൻ്റ് ആയിട്ട് വരുന്നത് ഈക്കോളയും അതുപോലെ സാൽമൊണല്ല സ്പീഷീസും ആയിരുന്നു. അപ്പോൾ ഇവിടെ ഓപ്ഷനിലുള്ളത് ഈക്കോളൈ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ആൻ എക്സാമ്പിൾ ഫോർ ഗ്രാം പോസിറ്റീവ് ബാസിലൈ വിത്ത് പാലിസൈഡ് അറേഞ്ച്മെൻറ്റ്. ഓപ്ഷൻസ്: എ കൊറിനിബാക്ടീരിയം സ്പീഷീസ്, ബി സ്ട്രെപ്റ്റോബാസിലസ് സ്പീഷീസ്, സി ഇക്കോളൈ, ഡി സാഴ്സീന. അപ്പം നമുക്ക് ഇക്കോളൈ അല്ലാന്ന് എന്തായാലും അറിയാം. പിന്നെ ഏതാണ് ആൻസർ വരിക? ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. കൊറിനിബാക്ടീരിയം സ്പീഷീസിൻ്റെയാണ് പാലിസൈഡ് അറേഞ്ച്മെൻ്റ് ആയിട്ട് കാണുന്നത്. ഗ്രാം പോസിറ്റീവ് ബാസിലയും ആണ്. ഇനി ഈ പാലിസൈഡ് അറേഞ്ച്മെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം നമ്മുടെ ബാസിലൈ എന്ന് പറയുന്നത് റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയ ആണ്. അപ്പോൾ നമുക്ക് ഈ ബാക്ടീരിയനെ സൈഡ് ടു സൈഡായിട്ടും അറേഞ്ച് ചെയ്യാം. അതുപോലെ ഇവിടെ താഴെ കാണിച്ച പോലെ ചെയിനായിട്ടും അറേഞ്ച് ചെയ്യാം. ഇത്തരത്തിൽ ഈ സൈഡ് ടു സൈഡായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാലിസൈഡ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുക. അതിന് എക്സാമ്പിളാണ് കൊറിനിബാക്ടീരിയം സ്പീഷീസ്. ഇതുപോലെ ചെയിനായിട്ട് അറേഞ്ച് ചെയ്യുന്നതിന് എക്സാമ്പിളാണ് സ്ട്രെപ്റ്റോബാസിലസ് സ്പീഷീസ്. ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഓർത്തു വെക്കുക. ക്വസ്റ്റ്യൻ. ഓൾ ദി ഫോളോവിങ് ആർ ട്രൂ റിഗാർഡിംഗ് acid fast staining except options: A, the primary stain used in acid fast staining is carbol futsine. B, alcohols are used as decolorizer. C, the counter stain methylene blue provide blue color to acid fast bacteria. D, the counter stain methylene blue provide blue color to non acid fast bacteria. ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഇതിൻ്റെ ആൻസർ അറിയണമെങ്കിൽ നമുക്ക് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് എന്താണെന്ന് അറിയണം. നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യം ഈ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിൽ വരുന്ന ഒരു മെത്തേഡാണ്. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് വഴി നമ്മൾ നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയയും ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയയും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൈമറി സ്റ്റെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കാർബോൾ ഫുട്സിൻ ആണ്. ഇതിൽ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി സ്റ്റെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കാർബോൾ ഫുട്സിൻ. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെയിൻ ചെയ്യും. നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ പെട്ടെന്ന് അത് സ്റ്റെയിൻഡ് ആവും. എന്നാൽ നമ്മുടെ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ പെട്ടെന്ന് സ്റ്റെയിൻ ആവില്ല. കാരണം അതിന് ഒരു ലിപ്പോയിഡൽ വാൾ ഉണ്ട്, മൈക്കോളിക് ആസിഡ് കൊണ്ടുള്ള ഒരു ലിപ്പോയിഡൽ വാൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാർബോൾ ഫുട്സിൻ അപ്ലൈ ചെയ്യുന്നതോട് കൂടെ തന്നെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കൂടെ കൊടുക്കണം. അപ്പോൾ ഈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റും കൂടെ റിസൾട്ടായിട്ട് നമ്മുടെ ഈ സ്റ്റെയിൻ നന്നായിട്ട് ഫിക്സ് ചെയ്യും നമ്മുടെ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയയിൽ. ഇപ്പോൾ മുമ്പുള്ളതിനേക്കാൾ നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയൽ ഉണ്ടായതിനേക്കാൾ നന്നായിട്ട് ഇപ്പോൾ ഫിക്സ് ചെയ്യും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീകളറൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ആസിഡ് ആൽക്കഹോൾ യൂസ് ചെയ്യും. അപ്പോൾ ആൽക്കഹോൾ
യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് ഫിക്സ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ എന്താവില്ല, ഡീകളറൈസ്ഡ് ആവില്ല. എന്നാൽ നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ എന്താവും, ഡീകളറൈസ്ഡ് ആയിട്ട് മാറും. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളൊരു കൗണ്ടർ സ്റ്റെയിൻ ആഡ് ചെയ്യും. കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് ഇവിടെ മാലക്കൈറ്റ് ഗ്രീൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഗ്രീൻ കളർ എന്ത് ചെയ്യും, നമ്മുടെ നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയക്ക് കിട്ടും. എന്നാൽ നമ്മുടെ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ആണെങ്കിൽ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ആ കാർബോൾ ഫുഡ്സിൻ്റെ ആ സ്റ്റെയിനിൻ്റെ പിങ്ക് നിറത്തിൽ തന്നെ കാണപ്പെടും. ഇങ്ങനെ നമുക്ക് ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയനെയും നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങുമായിട്ട് ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റ് എന്തായിരുന്നു, ദ പ്രൈമറി സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ഈസ് കാർബോൾ ഫുഡ്സിൻ. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ബി, ആൽക്കഹോൾ ആർ യൂസ്ഡ് ആസ് ഡീകളറൈസർ. അതും ശരിയാണ്. സി, ദ കൗണ്ടർ സ്റ്റെയിൻ മെഥിലിൻ ബ്ലൂ പ്രൊവൈഡ് ബ്ലൂ കളർ ടു ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ. അത് തെറ്റല്ലേ, ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയക്ക് ആ ബ്ലൂ കളർ കിട്ടുന്നില്ല. അത് കാർബോൾ ഫുഡ്സിൻ്റെ കളറായിട്ടുള്ള പിങ്ക് കളറിൽ തന്നെ എന്ത് ചെയ്യും, കാണപ്പെടും. എന്നാൽ ഓപ്ഷൻ ഡി എന്താണ്, ദ കൗണ്ടർ സ്റ്റെയിൻ മെഥിലിൻ ബ്ലൂ പ്രൊവൈഡ് ബ്ലൂ കളർ ടു നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ. അത് ശരിയാണ്. നമ്മൾ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് മെഥിലിൻ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത് എങ്കിൽ ബ്ലൂ കളർ എന്ത് ചെയ്യും, അത് നോൺ ആസിഡ് ഫാസ്റ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യും. നേരത്തെ നമ്മൾ മാലക്കൈറ്റ് ഗ്രീൻ ആണ് എടുത്തത്, അതുകൊണ്ടാണ് അതിന് ഗ്രീൻ കളർ കിട്ടിയത്. അപ്പോൾ നമ്മൾ കൗണ്ടർ സ്റ്റെയിൻ ഏതാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കളറായിരിക്കും നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയക്ക് കിട്ടുന്നത്. എന്നാൽ നമ്മുടെ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയക്ക് നമ്മുടെ പിങ്ക് കളർ, അതായത് നമ്മുടെ പ്രൈമറി സ്റ്റെയിൻ ആയിട്ടുള്ള കാർബോൾ ഫുഡ്സിൻ്റെ പിങ്ക് കളറിൽ തന്നെ നമ്മുടെ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. നമുക്കിനി ഈ ടോപ്പിക്കിൽ നിന്നുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ. ഓപ്ഷൻസ്: എ, ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ കൺസിസ്റ്റ് ഓഫ് ലിപ്പോയിഡൽ വാൾ കോൾഡ് മൈക്കോളിക് ആസിഡ് ബ്രാക്കറ്റിൽ വാക്സി മെറ്റീരിയൽ. ബി, cannot be stained easily with the carbofuscin, but once stained, it cannot be de-stained. C, they are generally arranged in bundles called bundle of fagot. D, all of the above. ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദ എബോ ആണ്. ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയയുടെ പ്രത്യേകതകളാണ്. അവയ്ക്ക് എന്തുണ്ടായിരിക്കും, നല്ല ലിപ്പോയിഡൽ വാൾ ഉണ്ടായിരിക്കും. മൈക്കോളിക് ആസിഡ് കൊണ്ടുള്ള ഒരു ലിപ്പോയിഡൽ വാൾ ഉണ്ടാവും. പിന്നെ അടുത്ത ഓപ്ഷൻ എന്താണ്, നമുക്കത് ഈസി ആയിട്ട് സ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ല. നമ്മൾ നേരത്തെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റും കൂടെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, സ്റ്റെയിൻ ചെയ്തത്. പക്ഷേ അങ്ങനെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റും യൂസ് ചെയ്ത് സ്റ്റെയിൻ ചെയ്ത് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ സ്റ്റെയിനെ നമുക്ക് ഡീകളറൈസ് ചെയ്യാനും പറ്റില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് എന്തായിരുന്നു, ദേ ആർ ജനറലി അറേഞ്ച്ഡ് ഇൻ ബണ്ടിൽസ് കോൾഡ് ബണ്ടിൽ ഓഫ് ഫാഗോട്ട്. ഇതും ശരിയാണ്. നമ്മുടെ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയാസ് പൊതുവെ ഇങ്ങനെ ബണ്ടിൽസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുക. അതിനെ ബണ്ടിൽ ഓഫ് ഫാഗോട്ട് എന്നാണ് അറിയപ്പെടുക. ഇതിനൊരു എക്സാമ്പിളാണ് മൈക്കോ ബാക്ടീരിയം സ്പീഷീസ്. മൈക്കോ ബാക്ടീരിയം സ്പീഷീസ്. അപ്പോൾ ഇവിടെ ആൻസർ ഓൾ ഓഫ് ദ എബോ ആയിരുന്നു. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ബ്ലഡ് സ്മിയറിംഗ് ആൻഡ് സ്റ്റെയിനിങ് എന്ന് പറഞ്ഞ പാർട്ടിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് ബ്ലഡ് സ്മിയറിംഗ് ആൻഡ് സ്റ്റെയിനിങ് എന്ന് പറഞ്ഞ മൈക്രോബയോളജിയുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇതൊക്കെ ഒരുപാട് വലിയ ടോപ്പിക്സ് ആണ്, നമുക്ക് അത്രത്തോളം ആവശ്യമില്ല. മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ഡി എം ഇക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. പിന്നെ ഈ ഭാഗത്തു നിന്ന് അങ്ങനെ വലിയ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടുമില്ല. അപ്പോൾ മെയിനായിട്ട് ഗ്രാം സ്റ്റെയിനിങ്ങിൻ്റെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗം നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഇനി ഈ മൈക്രോബയോളജി പാർട്ടിൽ നിന്ന് സ്റ്റെറിലൈസേഷൻ്റെ ഒരു ഭാഗം കൂടെ ക്ലാസ് എടുക്കും. അത് നമ്മുടെ ടോപ്പിക്സിൽ സിലബസിൽ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് 1 or 2 ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഭാഗം എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ക്ലാസ് അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സുകൾ മുമ്പത്തെ കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം കാണുക. താങ്ക് യു.